Good morning all. Central Government സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ 3 year ഡിപ്ലോമ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പം എല്ലാ മേജർ ബ്രാഞ്ചസിലും വേക്കൻസീസ് വന്നിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 2 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് ഈ അവസരം. 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ, ഇലക്ട്രോണിക്സ് അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മിനിമം 2 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെ എക്സ്പീരിയൻസ് വേണമെന്നില്ല. എഞ്ചിനീയറിംഗ് കമ്പനിയിലോ ഏതെങ്കിലും ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായാലും മതി. ഇപ്പം ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. October 27th വരെയുള്ള എക്സ്പീരിയൻസ് അവർ പരിഗണിക്കുന്നുണ്ട്. മിനിമം 2 year എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇങ്ങനെയാണ് വേക്കൻസിയുടെ കാര്യങ്ങൾ. ഇൻസ്ട്രുമെന്റേഷനിൽ 3 വേക്കൻസി, ഇലക്ട്രോണിക്സിൽ 3 വേക്കൻസി, ഇലക്ട്രിക്കലിൽ 9 വേക്കൻസി, മെക്കാനിക്കലിൽ 23 വേക്കൻസി ഉണ്ട്. പ്രൊഫിഷ്യൻസി, ബേസിക് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസീസ് അവർ desirable to have basic computer proficiency. അത് എല്ലാ ബ്രാഞ്ചസിലും അത് തന്നെയാണ് പറയുന്നത്. പെയ്ഡ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്കും അൺപെയ്ഡ് അപ്രന്റീസ്ഷിപ്പ്, എനി ജോബ് വിച്ച് ഹാസ് റിന്യൂമറേഷൻ, എനി ട്രെയിനിങ് വിച്ച് ഹാസ് റിന്യൂമറേഷൻ, അതും എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. അപ്പം മൊത്തം 56 വേക്കൻസി ആണ് ഉള്ളത്. അതിൽ പീരീഡ് ഓഫ് കോൺട്രാക്ട് 3 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്, പെർമനന്റ് നിയമനമല്ല, കരാർ നിയമനമാണ്. അതിൽ പേയ്മെന്റ് ഓഫ് പേ സ്കെയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഇയർ 24,400 rupees. അതിൽ എക്സ്ട്രാ ടൈം നമുക്ക് ഓവർ ടൈം ചെയ്ത് 5,100 മോർ നമുക്ക് ഏൺ ചെയ്യാം. സോ ഇൻ ആൻഡ് അറൌണ്ട് 30,000 ആയിരിക്കും നമ്മുടെ പേ പെർ മന്ത് നമുക്ക് ഇത് ഏൺ ചെയ്യാൻ പറ്റും. റെമ്യൂണറേഷൻ അതാണ് പറയുന്നത്. ഏജ് റെസ്ട്രിക്ഷൻ നോർമൽ ഏജ് റെസ്ട്രിക്ഷൻ തന്നെയാണ്. The upper age prescribed for the post shall be 30 years as on 27th October 2020. 27th October ആണ് ലാസ്റ്റ് ഡേറ്റ്. നോർമലി റിസർവേഷൻസ് വയുള്ള ഏജ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്. ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും കൂടെ ഉണ്ട്. കേരളത്തിൽ എല്ലായിടവും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. The objective type online test shall be 90 minutes duration, comprising of 80 multiple choice questions. Each questions will carry 1 mark, and ശ്രദ്ധിക്കേണ്ട കാര്യം, there shall be no negative marking. Okay, general knowledge 5 marks, reasoning 5 marks, quantitative aptitude 10 marks, general English 10 marks. പിന്നെ 50 മാർക്സിനാണ് നമ്മുടെ ടെക്നിക്കൽ. അതും ഡിസിപ്ലിൻ റിലേറ്റഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആണ്. 50 മാർക്സ്. സോ മേ ബി 50 ക്വസ്റ്റ്യൻ 15 മാർക്സ് ആയിരിക്കണം. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നമ്മുടെ പരിജ്ഞാനം അളക്കാൻ വേണ്ടിയുള്ള എക്സാം ആണത്, ടെസ്റ്റ് ആണത്. റൈറ്റിംഗ് സ്കിൽ അത് 20 മാർക്സ്. അങ്ങനെ മൊത്തം 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ടെസ്റ്റ് ഈസ് അനക്സർ 1 അതിന്റെ സിലബസ് പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. അതിനു മുമ്പ് ക്വാളിഫിക്കേഷൻ പറയുന്നത് must be a university examination board recognized by AICT, appropriate statutory authority in India. അപ്രൂവ്ഡ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. ഇക്വലൻസി ആണെങ്കിൽ അത് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമ്പറ്റന്റ് അതോറിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഗ്രേഡ് CGPA ഉള്ളവർ ഗ്രേഡ് പോയിന്റിൽ കൺവേർട്ട് ചെയ്ത് വാങ്ങണം. എക്സ്പീരിയൻസ് പറയുന്നത് they will count up to experience up to 27th October 2020. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, the period of apprenticeship training in the relevant discipline under the Apprentice Act 1961 shall be treated as experience, and any training with remuneration shall also be treated as experience. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് നമ്മൾ 5,000 rupees വേണം മിനിമം. KSEBയിലൊക്കെ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്തവരുണ്ടാവും, പെയ്ഡ് അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്തവരുണ്ടാവും. സോ they all can apply here because it's a training with remuneration. പിന്നെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിലും അപ്രൂവ്ഡ് കമ്പനി ആയിരിക്കണം. ഫോറിൻ കമ്പനി, ഇറ്റ് ഷുഡ് ബി എൻ അപ്രൂവ്ഡ് കമ്പനി. അങ്ങനെയുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം.
ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 300 rupees ആണ്. അത് നോൺ റീഫണ്ട് നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ പറ്റും. 15th October മുതൽ 27th October വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും, അതിനുശേഷം ക്ലോസ്ഡ് ആവും. 27th October എല്ലാവരും അത് നോക്കുക. അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി 15th October സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 27th October ആണ്. ഓക്കെ, താങ്ക് യു.